നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജൂതന്റെ ചങ്ക് കീറി മുറിക്കും, അവരുടെ ഹൃദയങ്ങളിൽ തീ പടർത്തും. ഖമനേയി ചത്തുമലച്ചിട്ടും ഇറാനിൽ നിന്ന് കൊടും പകയുടെ മറ്റൊരു ശബ്ദം ഉയർന്നിരിക്കുന്നത് ഖമനേയിയുടെ ശബ്ദം തന്നെയാണ്. ഈ ഭീഷണി ഖമനേയിയുടെ പിൻഗാമി മൊജിദബയുടേതല്ല, മറിച്ച് ഖമനേയിയുടെ പാതി എന്നൊറ്റ വാക്കിൽ പറയാവുന്ന ഒരാളുടേതാണ്. ഇസ്രയേൽ ഇനി ലക്ഷ്യം വെക്കാൻ പോകുന്നത് മൊജിദബയെയാണെന്ന് ലോകം കരുതുന്നു. എന്നാൽ അതിലും ശക്തനായ ഒരുവൻ ടെഹ്റാനിൽ അവശേഷിക്കുന്നുണ്ട്. അയാളുടെ തലയെടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രയേലും അമേരിക്കയും. തുടങ്ങാൻ പോകുന്നതേയുള്ളൂ, കാത്തിരുന്നോളൂ എന്ന ടെഹ്റാനിൽ നിന്നുള്ള ആ ഭീഷണി ലക്ഷ്യം വെക്കുന്നത് പല തന്ത്രങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ്. ഇപ്പോൾ നടക്കുന്ന യുദ്ധം മാത്രമാകില്ല, ആക്രമണം കടുപ്പിക്കുമെന്ന മുന്നറിയിപ്പും ഇതിലുണ്ട്. ലോകമെമ്പാടുമുള്ള ജൂതരെ തേടി പിടിച്ചു കൊന്നൊടുക്കുമെന്ന, ഇസ്രയേലിൽ ചാവേർ ആക്രമണം നടത്തുമെന്ന, 2023 ഒക്ടോബർ 7 ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പാണത്. നേർക്കുനേർ നിന്ന് ഇസ്രയേലിനെ അടിച്ചു വീഴ്ത്താൻ ഇറാൻ അത്ര കണ്ട് കഴിയില്ല. എന്നാൽ പിന്നിൽ നിന്ന് വരുന്ന ചതികൾ ഇസ്രയേൽ ഭയക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കയും സയനിസ്റ്റ് ഭരണകൂടവും ഇറാൻ ജനതയുടെ ഹൃദയത്തിൽ തീ കൊളുത്തിയിരിക്കുന്നു. ഞങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ തീ പടർത്തും. സയനിസ്റ്റ് കുറ്റവാളികൾക്കും ലജ്ജയില്ലാത്ത അമേരിക്കക്കാർക്കും അവരുടെ പ്രവർത്തികളെക്കുറിച്ച് ഖേദിക്കേണ്ടി വരും. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി വധിക്കപ്പെട്ടതിന് പിന്നാലെ ദേശീയ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട ഇറാൻ ഭരണകൂടത്തിലെ ശാന്തനും പ്രായോഗികവാദിയുമെന്നറിയപ്പെടുന്ന അലി ലാരിജാനിയുടെ ഈ പ്രസ്താവന വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ലാരിജാനി അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇപ്പോൾ ബങ്കറിലേക്ക് മാറ്റിയിരിക്കുന്ന തലയാണ് അലി ലാരിജാനി. ഖമനേയി യുഗം അവസാനിച്ചെന്ന് കരുതിയോ? ഒരു ഖമനേയി വീണാൽ 100 ഖമനേയി തല പൊക്കുമെന്ന് റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിച്ചതിന് പിന്നിൽ ചില സത്യങ്ങളുണ്ട്. പരമോന്നത നേതാവിന്റെ പദവിയിലേക്ക് മൊജിദബയെ കൊണ്ടിരുത്തിയാലും ഭരണം ലാരിജാനി നിയന്ത്രിക്കും. പ്രത്യേകിച്ച് ഇസ്രയേലിനും അമേരിക്കയ്ക്കും നേരെ ഇനി എന്ത് നീക്കം നടത്തണം എന്നുള്ളതിന്റെ ബുദ്ധികേന്ദ്രം അലി ലാരിജാനി ആയിരിക്കും. ഖമനേയി ബാക്കി വെച്ചതൊക്കെ നടപ്പാക്കാൻ പോകുന്നത് അലി ആയിരിക്കും. കാരണം ഖമനേയി തന്റെ മരണം ഏകദേശം മുൻപ് തന്നെ ഉറപ്പിച്ചിരുന്നു. തന്റെ സന്തത സഹചാരിയായിരുന്ന അലി ലാരിജാനിയെ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞിരുന്നു പരമോന്നതൻ. മൊജിദബയെ ഉയർത്തി കാണിച്ചാലും ഖമനേയി കണക്ക് കൂട്ടിയതൊക്കെ നടപ്പാക്കാൻ ഇറങ്ങുന്നത് ലാരിജാനി തന്നെ. അലിക്കൊപ്പം അബ്ബാസ് അരാഗ്ജിയും ഉണ്ടാകും. ഇരുവരും പരമോന്നതന്റെ ഇടം വലം ഉണ്ടായിരുന്നവരാണ്. ഇവരിൽ നിന്ന് വരുന്ന ഓരോ വാക്കും പ്രവൃത്തിയും ആയത്തുള്ള അലി ഖമനേയിയുടേത് തന്നെയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന്റെ കുടുക്കിൽ വീണുവെന്നാരോപിച്ച അലി ലാരിജാനി ഇറാനിലെ ധീര സൈനികരും മഹത്തായ ജനതയും ശത്രുക്കളെ മറക്കാനാകാത്ത പാഠം പഠിപ്പിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ യുദ്ധം തുടരുന്നതിനിടെ സുരക്ഷാ തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ചുമതലപ്പെട്ട അലി ലാരിജാനി ആരാണ്? അത് കൂടുതൽ വിശദമായി പരിശോധിക്കാം. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയാണ് 67-കാരനായ അലി ലാരിജാനി. ഖമനേയിയുടെ മരണശേഷം ഇറാന്റെ ഭരണം നിയന്ത്രിക്കുന്നതിൽ 3-അംഗ പരിവർത്തന സമിതിക്കൊപ്പം സുപ്രധാന പങ്കാണ് ലാരിജാനിക്കുള്ളത്. ഇറാന്റെ സുരക്ഷാ തന്ത്രം രൂപപ്പെടുത്തുന്നതിൽ ലാരിജാനി മുഖ്യ പങ്ക് വഹിക്കുന്നു. 1979 ശേഷം ഇറാൻ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് രാജ്യത്തിന്റെ മുഖമാണ് ലാരിജാനി. ചർച്ചകളിലും മറ്റും ശാന്തമായ സാന്നിധ്യമായി അറിയപ്പെട്ടിരുന്ന ലാരിജാനി ഇന്ന് ഇറാന്റെ കഠിന പ്രതികരണത്തിന്റെ ശബ്ദമാണ്. ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള ഇറാന്റെ രാഷ്ട്രീയവും സുരക്ഷയും നയിക്കുന്നതിൽ ലാരിജാനിയുടെ നയങ്ങൾ നിർണായകമാകുമെന്നാണ് രാജ്യാന്തര നിരീക്ഷകരുടെ വിലയിരുത്തൽ. 1958 ജൂൺ 3 ഇറാഖിലെ നജഫിൽ ഒരു അതിസമ്പന്ന കുടുംബത്തിലാണ് ലാരിജാനിയുടെ ജനനം. അമോലിൽ ഏറെ സ്വാധീനമുള്ള ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ 2009 ടൈം മാസിക ഇറാന്റെ കെന്നഡിമാർ എന്നാണ് വിശേഷിപ്പിച്ചത്. പ്രമുഖ മത പണ്ഡിതനായിരുന്നു പിതാവ് മിർസ ഹാഷെം അമോലി. ലാരിജാനിയെ പോലെ നീതിന്യായ വിഭാഗം, വിദഗ്ധരുടെ അസംബ്ലി എന്നിങ്ങനെ രാജ്യത്തെ സുപ്രധാന പദവികൾ വഹിച്ചവരാണ് ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങളും. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം രാജ്യത്തെ പ്രമുഖ വ്യക്തികളുമായി ലാരിജാനി വ്യക്തിപരമായ അടുപ്പം സൂക്ഷിച്ചിരുന്നു. ഇസ്ലാമിക വിപ്ലവത്തിന്റെ ശില്പിയും ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സ്ഥാപകനുമായ ആയത്തുള്ള റൂഹല്ല മുസൈവി ഖുമൈനിയുടെ അടുത്ത അനുയായിയായിരുന്ന മൊർത്തേസ മൊതാഹരിയുടെ മകൾ ഫാരിദയെ തന്റെ 20-ാം വയസ്സിൽ ലാരിജാനി വിവാഹം കഴിച്ചു. മത സെമിനാറുകളിൽ നിന്ന് പ്രമുഖ സ്ഥാപനങ്ങളിലെത്തിയ സഹപ്രവർത്തകരിൽ നിന്നും വ്യത്യസ്തമായി മതേതര അക്കാദമിക് പശ്ചാത്തലവും ലാരിജാനിക്കുണ്ട്.
1979 ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിലും കമ്പ്യൂട്ടർ സയൻസിലും ബിരുദം നേടി. ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാശ്ചാത്യ തത്വചിന്തയിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും കരസ്ഥമാക്കി. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ ലാരിജാനി IRGCയിൽ ചേർന്നു. 1994, 1997 കാലയളവിൽ പ്രസിഡന്റ് അക്ബർ ഹാഷിമി റഫ്സൻജാനി ഭരണകൂടത്തിന്റെ സാംസ്കാരിക മന്ത്രിയായും 1994 മുതൽ 2004 വരെ സംസ്ഥാന ബ്രോഡ്കാസ്റ്റർ തലവനായും പ്രവർത്തിച്ചു. 2008, 2020 കാലയളവിൽ 3 തവണ പാർലമെന്റ് സ്പീക്കറായും സേവനമനുഷ്ഠിച്ചു. 2005 ലാരിജാനി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും 2ാം റൗണ്ടിലേക്ക് എത്താനായില്ല. അതേ വർഷം ഇറാനിലെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായും രാജ്യത്തിന്റെ മുഖ്യ ആണവ ചർച്ചക്കാരനായും ലാരിജാനിയെ നിയമിച്ചു. 2021 24 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഗാർഡിയൻ കൗൺസിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കി. 2025 ഓഗസ്റ്റിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ ഇദ്ദേഹത്തെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായി നിയമിച്ചു. നിലവിലെ സംഘർഷത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഒമാന്റെ മധ്യസ്ഥതയിൽ ലാരിജാനി യുഎസുമായി പരോക്ഷ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു. ലാരിജാനി അത്ര നിസ്സാരക്കാരനല്ല എന്ന് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതായത് ആയത്തുള്ള അലി ഖമനേയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇറാൻ ഒരു ആണവ രാഷ്ട്രമാകണം എന്നുള്ളതായിരുന്നു. ആയത്തുള്ള ഖമനേയുടെ ഈ ഒരു നീക്കത്തിന് എല്ലാ പിന്തുണയും കൊടുത്തൊപ്പം ഉണ്ടായിരുന്നത് മുൻ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി ആയിരുന്നു. എന്നാൽ ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നു. പിന്നീട് തനിക്കൊരു വിശ്വസ്തനായ അനുയായി വേണം എന്നുള്ളത് ഖമനേയുടെ ആവശ്യമായിരുന്നു. ഈ പറഞ്ഞ ഇബ്രാഹിം റൈസിക്കൊപ്പം തന്നെ ആയത്തുള്ള അലി ഖമനേയി തന്റെ വിശ്വസ്തരായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നവരായിരുന്നു അബ്ബാസ് അരാഗ്ജിയും അലി ലാരിജാനിയും. അതിൽ ഇബ്രാഹിം റൈസി കഴിഞ്ഞാൽ പിന്നീടുള്ളത് അലി ലാരിജാനിയാണ്. ആണവ രഹസ്യങ്ങളുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും ലാരിജാനിക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ ഏത് ലെവൽ വരെ എത്തി എന്നതും ഇനി എത്രത്തോളം മുൻപോട്ട് പോകാനുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായി അറിയാവുന്ന ആളാണ് അലി ലാരിജാനി. അതുകൊണ്ട് തന്നെ ലാരിജാനിയെ ലോകം ഭയക്കേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഇസ്രയേൽ ഭയക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം, ഇറാന്റെ ആണവ പരീക്ഷണങ്ങളോടൊപ്പം തന്നെ ദ്രുതഗതിയിൽ മുൻപോട്ട് പോകുന്ന മറ്റൊരു പരീക്ഷണമാണ് മിസൈൽ പരീക്ഷണങ്ങൾ. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നെഞ്ചു പിളർക്കത്തക്ക രീതിയിലുള്ള മിസൈലുകൾ ഇറാന്റെ ആയുധപ്പുരകളിൽ തയ്യാറെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എല്ലാം കൃത്യമായ വശങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ അലി ലാരിജാനിയാണ്. അബ്ബാസ് അരാഗ്ജിക്ക് പോലും അത്രയും കാര്യങ്ങൾ അറിവില്ല. ആയത്തുള്ള അലി ഖമനേയി ഇനി എന്തൊക്കെ ചെയ്യാൻ ബാക്കി വെച്ചിരുന്നു, അതിന് ഇനി ആരുടെയൊക്കെ സഹായം വേണം, ആരെയൊക്കെ മുൻപോട്ട് കൊണ്ടുവരണം, ഇറാന്റെ ഇനിയുള്ള പോക്ക് എങ്ങനെയായിരിക്കണം തുടങ്ങി A to Z കാര്യങ്ങളെക്കുറിച്ച് ഖമനേയിക്ക് ശേഷം അറിയാവുന്നവരിൽ പ്രധാനികളിൽ ഒരാളാണ് അലി ലാരിജാനി. അതുകൊണ്ട് തന്നെയാണ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഖമനേയിയുടെ ശബ്ദമായി അലി ലാരിജാനി പ്രത്യക്ഷപ്പെട്ടതും ചില വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഇസ്രയേലിനും അമേരിക്കയ്ക്കും കൊടുത്തിരിക്കുന്നത്. അതായത് ജൂതരാഷ്ട്രത്തിന്റെ കണ്ണീര് വീഴ്ത്തും, ജൂതരാഷ്ട്രത്തിന്റെ ഹൃദയം പിളർക്കും എന്നുള്ള മുന്നറിയിപ്പ് അലി ലാരിജാനിയെ പോലെ ഒരാൾ മുന്നോട്ട് വെക്കണമെങ്കിൽ തങ്ങൾ പല തന്ത്രങ്ങൾ കണക്ക് കൂട്ടിയിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാനിലേക്ക് ഇടതടവില്ലാതെ ഇസ്രയേൽ ആക്രമണ പരമ്പര തുടങ്ങിയിരിക്കുന്നതും. ഇബ്രാഹിം റൈസി ഖമനേയിയുടെ പ്രധാന ശിഷ്യനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇബ്രാഹിം റൈസിയെ തനിക്ക് ശേഷം പരമോന്നതന്റെ കസേരയിലേക്ക് കൊണ്ടുവരാൻ ഖമനേയിക്ക് വലിയ താല്പര്യമായിരുന്നു. തന്റെ മകൻ മുജ്തബ ആ കസേര സ്വപ്നം കണ്ടിരുന്നുവെങ്കിലും ഖമനേയിക്ക് തൃപ്തി ഇബ്രാഹിം റൈസിയെ കൊണ്ടുവരുന്നതിലായിരുന്നു. അതായത് തന്റെ അതേ നിലപാടുകൾ, തീവ്ര നിലപാടുകൾ ഉണ്ടായിരുന്ന ഒരാൾ ഇബ്രാഹിം റൈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ റൈസിയോട് വളരെ വലിയ അടുപ്പവും ഖമനേയിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നു. അതോടുകൂടി ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ ഏതാണ്ട് നിലച്ച ഒരു മട്ടായിരുന്നു. മസൂദ് പെസഷ്ക്യാൻ പിന്നീട് പ്രസിഡന്റ് കസേരയിലേക്ക് എത്തിയെങ്കിലും അദ്ദേഹം ഈ പറയുന്ന ആണവ പരീക്ഷണങ്ങൾക്കോ മിസൈൽ പരീക്ഷണങ്ങൾക്കോ അത്ര വലിയ പ്രോത്സാഹനമൊന്നും നൽകിയിരുന്നില്ല. എങ്ങനെയെങ്കിലും ഇറാനെ ഒരു ജനാധിപത്യ പാതയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്ന പെസഷ്ക്യാൻ ആണവ പരീക്ഷണങ്ങൾക്ക് വലിയ ഒരു താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഖമനേയിക്ക് പെസഷ്ക്യാനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. തന്റെ പകരക്കാരനായിട്ട് വരുന്നവർക്ക് ഈ രാജ്യം ആണവ രാഷ്ട്രമായി കാണാൻ ആഗ്രഹമുള്ളവരായിരിക്കണം എന്നുള്ള നിലപാടാണ് ഖമനേയിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തന്റെ അടുത്ത അനുയായികളായി ഇബ്രാഹിം റൈസിക്ക് ശേഷം
അലി ലാരിജാനിയെയും അബ്ബാസ് അരാഗ്ജിയെയും ഒക്കെ ഖമനേയി ഉയർത്തി കാണിച്ചതും. പക്ഷേ ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടത് ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ്. ഇതും ഇസ്രയേലിന്റെ കളിയാണ് എന്നുള്ള ചില വിവരങ്ങൾ അന്നേ പുറത്തു വന്നിരുന്നു. അതായത് മൂടൽമഞ്ഞിൽ ഹെലികോപ്റ്റർ അകപ്പെട്ടു പോയത് കൊണ്ടാണ് അപകടം ഉണ്ടായത് എന്നായിരുന്നു വിവരങ്ങൾ. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ കേട്ടതായിരുന്നു ഹിസ്ബുള്ളയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയ ഒരു രീതി. അതായത് മൊസാദ് അവരുടെ പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിക്കുകയായിരുന്നു. ഇതേ മാതൃകയിലുള്ള ഒരു പേജർ ഇബ്രാഹിം റൈസിയുടെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് അതൊന്നും സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾക്കോ ഒന്നും ഇറാൻ തയ്യാറായിരുന്നില്ല. ഇബ്രാഹിം റൈസിയുടെ മരണത്തിലും ഇപ്പോഴും ചില സംശയങ്ങൾ നിഴലിക്കുന്നുണ്ട്. എന്തായാലും അലി ലാരിജാനിയുടെ വാക്കുകൾ ഇപ്പോൾ ഇസ്രയേൽ അത് ശ്രദ്ധാപൂർവം വീക്ഷിച്ചിരിക്കുകയാണ്. അടുത്തത് മൊജിതബയല്ല, അലി ലാരിജാനി തന്നെയാണ് എന്നുള്ളത് മൊസാദ് അവരുടെ ലിസ്റ്റിൽ പേര് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ പേരിനി വെട്ടുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും യുദ്ധം മാരകമായ രീതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ലോകത്തിന് പോലും അറിയാത്ത അതീവ രഹസ്യ കേന്ദ്രങ്ങളിൽ അമേരിക്ക വൻതോതിൽ ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ടെന്നും ഏതു വലിയ യുദ്ധത്തെയും നേരിടാൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പ്രതികരിച്ചു. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ആയുധശേഷിയെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രസ് സെക്രട്ടറിയുടെ ഈ നിർണായക വെളിപ്പെടുത്തൽ. ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വിജയകരമായി പൂർത്തിയാക്കാൻ ആവശ്യമായതിലധികം അത്യാധുനിക ആയുധങ്ങൾ അമേരിക്കയുടെ പക്കലുണ്ടെന്ന് വൈറ്റ് ഹൌസ് അവകാശപ്പെട്ടു. നിലവിൽ ഇറാനിലെ യുദ്ധഭൂമിയിലേക്ക് അമേരിക്കൻ കരസേനയെ നേരിട്ടയക്കാൻ പദ്ധതിയില്ലെന്ന് കരോലിൻ ലിവിറ്റ് വ്യക്തമാക്കി. എങ്കിലും സാഹചര്യം മാറുന്നതിനനുസരിച്ച് കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ പ്രസിഡന്റിന്റെ മറ്റ് സൈനിക ഓപ്ഷനുകൾ തള്ളിക്കളയുന്നില്ല എന്നും ഇവർ കൂട്ടിച്ചേർത്തു. മുൻ ഭരണകൂടം യുക്രൈന് സൗജന്യമായി ആയുധങ്ങൾ നൽകിയത് അമേരിക്കയുടെ കരുത്തിനെ ബാധിച്ചിരുന്നു എന്ന വാദങ്ങളെ പുതിയ വെളിപ്പെടുത്തലിലൂടെ വൈറ്റ് ഹൌസ് പ്രതിരോധിച്ചു. രഹസ്യ കേന്ദ്രങ്ങളിലെ കരുത്ത് ഏതു സാഹചര്യത്തെയും നേരിടാൻ പര്യാപ്തമാണ്. തൽക്കാലം മിസൈൽ വ്യോമാക്രമണങ്ങൾക്കും നാവിക നീക്കങ്ങൾക്കുമാണ് മുൻഗണന. ഇറാൻ ഉൾപ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്ൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആയുധ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ വേഗത്തിലാക്കാൻ പ്രമുഖ പ്രതിരോധ കമ്പനികളോട് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലാണെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം കൂടുതൽ മാരകമാകുമെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിലെ 2000-ഓളം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അമേരിക്കൻ സൈന്യം ശക്തമായ ആക്രമണം നടത്തിയതായി വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. ഇതിന് തിരിച്ചടിയായി 500 ബാലിസ്റ്റിക് മിസൈലുകൾ, 2000-ഓളം ഡ്രോണുകളും ഇറാൻ തൊടുത്തുവിട്ടതായി US നേവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളിൽ ഒന്നായ സൗദിയിലെ അരാംകോയുടെ റാസ് തനൂറ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഇത് 2ാം തവണയാണ് അരാംകോ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഉൽപാദനത്തിന് തടസ്സമില്ലെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ആക്രമണം ആഗോള എണ്ണ വിപണിയെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ സൗദിയിലെ CIA താവളത്തിലും ഇറാൻ ഡ്രോണുകൾ പതിച്ചതായി സ്ഥിരീകരണമുണ്ട്. യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. ഇറാനെ പൂട്ടുന്നതുവരെ, പൂർണ്ണമായി അവരെ തകർക്കുന്നതുവരെ ആക്രമണം തുടരും എന്നുള്ള വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇസ്രയേലും ഒട്ടും പിന്നിലല്ല. ഇറാനെ തീർത്തേ ഇത്തവണ മടങ്ങൂ എന്നാണ് ഇസ്രയേലിന്റെ വാദം. അതിശക്തമായി ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇറാനും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.